ആണ്, ക്രേവിംഗ് ആണ്. Employee had a hectic day in office. He was unable to react back, but he went to toilet and broken a bucket. Which type of defense mechanism he is showing here? അല്ലെ, എംപ്ലോയിക്ക് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഓഫീസിൽ. പക്ഷെ ബോസിന്റെ അടുത്ത് അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീസേഴ്സിന്റെ അടുത്ത് തിരിച്ചൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ദേഷ്യം ടോയ്ലറ്റിൽ ചെന്നിട്ട് ഒരു ബക്കറ്റ് പൊട്ടിച്ചു. അല്ലെ, അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിഗ്രഷൻ, സബ്ലിമേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് പ്രൊജക്ഷൻ. ആൻസർ നോക്കാം. ആൻസർ സി, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അല്ലെ, നമുക്കറിയാം ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അല്ലെ, എന്ന് പറയുമ്പോൾ ഓഫീസിൽ എന്താണ്, ഹസ്ബൻഡിന് സുപ്പീരിയർ ഓഫീസറിന്റെ അടുത്തുനിന്ന് ഒരുപാട് വഴക്ക് കേട്ടു എന്ന് കരുതുക. അല്ലെ, അപ്പം ഈ പ്രഷർ എല്ലാം അദ്ദേഹം എന്ത് ചെയ്യും? ഉള്ളിലേക്ക് എടുക്കും. അല്ലെ, പക്ഷെ അവിടെ റിയാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം കാരണം സുപ്പീരിയർ ഓഫീസർ ആണ്, ബോസ് ആണ്. അപ്പൊ ഒരു ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് തിരിച്ചൊന്നും പറയാതെ വീട്ടിലെത്തിയതിനു ശേഷം അത് വൈഫിന്റെ അടുത്ത് അല്ലെങ്കിൽ കുട്ടീന്റെ അടുത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു ആ ഒരു ഫ്രസ്ട്രേഷൻ മൊത്തം. ഈ പിക്ചറിന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെ, അപ്പൊ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് നടക്കുന്നത്. അതായത് ശരിക്കും ത്രെട്ടൻ ചെയ്ത ഒബ്ജക്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ത്രെട്ടനിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ അടുത്ത് അവർക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവർ എന്ത് ചെയ്യുന്നു? ലെസ് ത്രെട്ടനിങ് ആയിട്ടുള്ള കുഞ്ഞിന്റെയും അതുപോലെ വൈഫിന്റെയും എടുത്തോട്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നതായിട്ട് കാണാം. അല്ലെ, ഇപ്പൊ നമ്മള് ഡിസ്പ്ലേസ്മെന്റിന് പറയുന്ന ഡെഫിനിഷൻ, അൺകോൺഷ്യസ്ലി ഇമോഷണൽ ഫീലിംഗ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ലെസ് ത്രെട്ടനിങ് ഒബ്ജക്റ്റ്. അല്ലെ, ലെസ് ത്രെട്ടനിങ് ഇവിടെ വൈഫും കുഞ്ഞുമാണ്. അപ്പൊ മോർ ത്രെട്ടനിങ് ആയിട്ടുള്ള ആ ബോസിന്റെ അടുത്തു നിന്നുള്ള ഫ്രസ്ട്രേഷൻ ഹസ്ബൻഡ് വീട്ടില് വൈഫിനോടും കുഞ്ഞിനോടും തീർക്കുന്നു. അല്ലെ, അൺകോൺഷ്യസ്ലി ഇമോഷണൽ ഫീലിംഗ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു ലെസ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലോട്ട്. ആ ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ ഈ ഒരു ഫ്രസ്ട്രേഷൻ ലെസ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നത് വഴി ആൾക്ക് ആൻസൈറ്റി കുറയുന്നു, ടെൻഷൻ കുറയുന്നു. ഡിഫൻസ് മെക്കാനിസം. All are clusters B disorders of personality except. ക്ലസ്റ്റർ ബിയിൽ വരുന്ന ബാക്കിയെല്ലാം ക്ലസ്റ്റർ ബിയിൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. അപ്പം ഏതാണ് എക്സെപ്റ്റ്, ഏതാണ് അതിൽ ഉൾക്കൊള്ളാത്തത്? അല്ലെ, ആന്റി സോഷ്യൽ, അവോയ്ഡന്റ്, നാർസിസ്റ്റിക്, ബോർഡർ ലൈൻ. ദ റൈറ്റ് ആൻസർ ഈസ് അവോയ്ഡന്റ് ആണ്. അപ്പൊ നമ്മൾ ക്ലസ്റ്റർ എ, ബി, ക്ലസ്റ്റർ സി ഇത്രയും ക്ലസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചാൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലസ്റ്റർ എ എന്ന് പറയുമ്പോൾ അതിൽ ഓഡ് ആയിട്ടുള്ള എസെൻട്രിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന പേഴ്സണാലിറ്റീസ് നമുക്ക് നോക്കാം. പാരനോയിഡ് പേഴ്സണാലിറ്റി, സ്കീസോയിഡ് പേഴ്സണാലിറ്റി, ഷീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് ക്ലസ്റ്റർ എയിൽ വരുന്നത്. അല്ലെ, SSP അല്ലെ, ഷീസോടൈപ്പൽ, ഷീസോയിഡ് ആൻഡ് പാരനോയിഡ്. ക്ലസ്റ്റർ എയിൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് ഇത്രയും ഡിസോർഡേഴ്സ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വളരെ സസ്പിഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും പാരനോയിഡ് പേഴ്സണാലിറ്റിയിൽ കാണുക. എല്ലാവരെയും ഭയങ്കര സംശയമായിരിക്കും, ഭയങ്കര പാരനോയ, സംശയം അല്ലെങ്കിൽ സസ്പിഷ്യസ് ബിഹേവിയർ കാണും. അതുപോലെ തന്നെ അവർക്ക് ഐഡിയ ഓഫ് റെഫറൻസ് അല്ലെ, ബാക്കിയുള്ള ആൾക്കാർ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഹാം ചെയ്യാൻ നോക്കുന്നു എന്നൊക്കെയുള്ള സീക്രട്ടീവ് ആയിരിക്കും, സീക്രട്ടീവ് ബിഹേവിയർ ആയിരിക്കും. അവരങ്ങനെ ഓപ്പൺ ആയിട്ട് അവരുടെ കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യില്ല. ആ ഒരു ടൈപ്പാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അടുത്തതാണ് സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിൽ മെയിൻ ആയിട്ട് കോൾഡ് ആയിരിക്കും, ആലൂഫ് ആയിരിക്കും, സെക്ലൂസീവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിരിക്കും. അല്ലെ, ഒരു തണുത്ത പ്രകൃതി ആയിരിക്കും. അല്ലെ, ഒരു റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് സ്കീസോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. കോൾഡ് ആയിരിക്കും, ആലൂഫ് ആയിരിക്കും, ഒരു നിസ്സംഗ മനോഭാവം ആയിരിക്കും, ആലൂഫ് ആയിരിക്കും, സെക്ലൂസീവ് ആയിരിക്കും. സെക്ലൂസീവ് എന്ന് പറയുമ്പോൾ അവരവിടെ ഒരു ലോൺലിനെസ് അല്ലെ, എല്ലാവരുടെ അടുത്തും അകന്നു മാറിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഷീസോടൈപ്പൽ പേഴ്സണാലിറ്റി, അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് ഐഡിയ ഓഫ് റെഫറൻസ്. നമ്മൾ നേരത്തെ പാരനോയിഡിൽ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും ഐഡിയ ഓഫ് റെഫറൻസ് കാണാറുണ്ട്. ക്ലസ്റ്റർ ബിയിൽ ഡ്രമാറ്റിക് ബിഹേവിയേഴ്സ്, എറാറ്റിക് ബിഹേവിയേഴ്സ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അതിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈന്,
ഹിസ്റ്റീരിയോണിക്, നാർസിസ്റ്റിക്, ഇത്രയും ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് കാണുക. നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കോഡായിട്ട് നാർസിസ്റ്റിക്കിലെ N, ആന്റി സോഷ്യലിലെ A, ബോർഡർ ലൈനിലെ B, ഹിസ്റ്റീരിയോണിക്കിലെ H, NABH എന്ന് കോഡ് വെച്ച് നമുക്ക് പഠിക്കാം അല്ലെ. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ വയലന്റ് ആയിട്ടുള്ള, അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് കൂടുതലായിട്ട് കാണുക. വയലന്റ് ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര ഹോസ്റ്റൈൽ ആയിരിക്കും, എല്ലാവരോടും ഒരു വെറുപ്പ്, ദേഷ്യം, വിദ്വേഷം എല്ലാം കാണും. അതുപോലെ തന്നെ റൂൾ ബ്രേക്കേഴ്സ് ആയിരിക്കും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ. അവർ യാതൊരു വിധത്തിലുള്ള പോളിസീസ് അല്ലെങ്കിൽ ഡിസിപ്ലിൻസ് കാര്യങ്ങളൊന്നും അവർ ഫോളോ ചെയ്യില്ല. അതാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത. അടുത്തതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരിൽ അവർക്ക് രണ്ട് എക്സ്ട്രീം ലെവലിലുള്ള, അതായത് അവർ ആൾക്കാരെ വിലയിരുത്തുന്നത് രണ്ട് എക്സ്ട്രീം ലെവലിലായിരിക്കും. ഒന്നെങ്കിൽ വെരി ബാഡ് അല്ലെങ്കിൽ വെരി ഗുഡ്. അവർക്ക് ആൾക്കാരെ അസസ് ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യുന്നതൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് ലെവലിലായിരിക്കും. ഒന്നുകിൽ വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയും, അല്ലെങ്കിൽ പറയും വളരെ ഈവിൾ ആണ് അല്ലെ. അങ്ങനെ രണ്ട് ടൈപ്പിൽ, രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ അസസ് ചെയ്യുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ കാണുന്ന ഒരു ഫീച്ചറാണ് സ്പ്ലിറ്റിംഗ്. അടുത്തതാണ് ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഡ്രമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും. അവർക്ക് ഡ്രമാറ്റിക് ആയിരിക്കും, ഫ്ലാംബോയന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും, ഒരു ഹിസ്റ്റീരിയോണിക് ടൈപ്പ് പേഴ്സണാലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കും, എല്ലാവരുടെ അടുത്തുനിന്നും ശ്രദ്ധ കിട്ടണം. അതുപോലെയുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയേഴ്സ് ഒക്കെ ഇവർക്ക് കാണാറുണ്ട് ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അടുത്തതാണ് നാർസിസ്റ്റിക്. നാർസിസ്റ്റിക് എന്ന് പറയുമ്പോൾ സെൽഫ് ഇമ്പോർട്ടൻസ്, എല്ലാ കാര്യത്തിനും സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ സെൽഫ് അഡ്മിറേഷൻ ബിഹേവിയേഴ്സ് കാണും. വളരെ ഓട്ടോക്രാറ്റിക് ആയിരിക്കും അല്ലെ. അവരെന്നെ റൂള് സെറ്റ് ചെയ്യുന്നു, അവരെന്നെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു. അവർക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രൈസ്, ചുറ്റുപാടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് അവർക്ക് അഡ്മിറേഷൻസ് കിട്ടണം, അല്ലെങ്കിൽ അവരെ പ്രൈസ് ചെയ്യണം. ചുറ്റുള്ള ആൾക്കാർ എപ്പോഴും അവരെ കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ അവർക്ക് കുറച്ച് ഓവർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാക്കി എല്ലാ ആൾക്കാരും അവരെ അടിയിൽ അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ടൈപ്പ് ഒരു നാർസിസ്റ്റിക് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണാറുള്ളത്. സെൽഫ് അഡ്മിറേഷൻ, സെൽഫ് ഇമ്പോർട്ടൻസ്, സെൽഫിഷ്നെസ് ഇതെല്ലാം ഇവര് കൂടുതലായിരിക്കും. അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് ക്ലസ്റ്റർ സിയിലാണ് വരുന്നത്. ക്ലസ്റ്റർ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൻഷ്യസ് ആയിട്ടുള്ള, ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ക്ലസ്റ്റർ സിയിൽ വരുന്നതാണ്. അപ്പം ഇതിൽ അവോയ്ഡന്റ്, ഡിപ്പെൻഡന്റ്, OCD പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് വരുന്നത്. അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത് അവര് എല്ലാ ആൾക്കാരുടെ അടുത്ത് നിന്ന് വിഡ്രോവൺ ആയിട്ട് കാണുന്ന ഒരു വിഡ്രോവൺ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. വിഡ്രോവൺ കൈൻഡ് പേഴ്സണാലിറ്റി ആണ്. ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്നു, ആ ഒരു ടൈപ്പാണ്. ഡിപ്പെൻഡന്റ്, പാസീവ് ആണ്. അവോയ്ഡന്റ് എന്ന് പറയുമ്പോൾ പാസീവ് ആണ്. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ക്ലിഞ്ചി ആണ്. അതുപോലെ തന്നെ അവർ ബാക്കിയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ക്ലിഞ്ചി ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണ്. ഇൻഡിസിസീവ് ആണ്. ഇൻഡിസിസീവ് എന്ന് പറയുന്ന സമയത്ത് യാതൊരു ഡിസിഷൻസും അവരെടുക്കില്ല. ബാക്കിയുള്ള ആൾക്കാരോട് ക്ലോസ് ആയിട്ട് നിന്നിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. ഡിസിഷൻ മേക്കിംഗ് പവർ കുറവാണ്. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അടുത്തതാണ് OCD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇവര് പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, റിജിഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവരെ നമ്മൾ പറയും കമ്പനി മാൻ എന്നാണ് പറയാ. കാരണം ഇവര് ടൈം ബൗണ്ടിങ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിന് ചെയ്യും, ഭയങ്കര പങ്ക്ച്വൽ ആയിരിക്കും, ഓവർ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, റിജിഡ് ബിഹേവിയർ ആയിരിക്കും, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യും. അതുപോലെ എന്തെങ്കിലും അവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അറേഞ്ച്മെന്റിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ അഗ്രസീവ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. ചെറിയ ചെറിയ ഡിസ്കംഫേർട്സ് ഒക്കെ വരുന്ന സമയത്ത് അവർ ഭയങ്കര ആങ്കർ ആവും, അല്ലെങ്കിൽ അവർ ഭയങ്കര അഗ്രസീവ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും OCD. ഷീസോ ടൈപ്പിലാണ് മാജിക്കൽ തിങ്കിങ്, ഡിസയർ തിങ്കിങ്, വിചിത്രമായ രീതിയിലുള്ള ചിന്തകൾ, മാജിക്കൽ തിങ്കിങ്, ഓഡ് തോട്ട് ഒക്കെ വരുന്നത് ഷീസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ്. ഷീസോ ടൈപ്പൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈഡിപ്പസ് സ്റ്റേജ് ആണ്. ഈഡിപ്പസ് സ്റ്റേജ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ഒക്കേഴ്സ് അറ്റ് ദ ഏജ് ഓഫ്
അപ്പൊ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് നമുക്കറിയാം അല്ലെ. അപ്പം അത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് അത് കാണുന്നത്, സ്റ്റേജ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ഏത് ഏജ് ഗ്രൂപ്പിലാണ് കാണുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2 years, 3 to 5 years, 5 to 6 years, 6 to 8 years. The right answer is ഓപ്ഷൻ ബി. 3 to 5 ഇയേഴ്സിലാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് ഒക്കെ കുട്ടികളിൽ ഡെവലപ്ഡ് ആവും അല്ലെ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും സൈക്കോസെക്ഷൽ തിയറി അല്ലെ, സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ സൈക്കോസെക്ഷൽ തിയറി പ്രകാരം മൊത്തത്തിൽ നമ്മൾ ഓറൽ, ആനൽ, ഫാലിക്, ലേറ്റൻസി, ജെനൈറ്റൽ ഇത്രയും സ്റ്റേജുകളാണ് സൈക്കോസെക്ഷൽ സ്റ്റേജുകളിൽ വരുന്നത്. അപ്പം ഓറൽ സ്റ്റേജ് ആണെങ്കിൽ 0 to 1 ഇയേഴ്സിന്റെ ഇടയിലുള്ള കുഞ്ഞുങ്ങളാണ് ഓറൽ സ്റ്റേജ് കാണുന്നത്. അപ്പൊ അവരെ പ്ലഷർ സോഴ്സ് എന്ന് പറയുന്നത് മൗത്ത് ആയിരിക്കും. അപ്പൊ മെയിൻ ആയിട്ടും നെയിൽ, അതുപോലെ തന്നെ നെയിൽ സക്കിങ്, അതുപോലെ തന്നെ ഓറൽ റീജിയനിലുള്ള സക്കിങ് അല്ലെ. അപ്പം ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഇതൊക്കെ വഴിയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പ്ലഷർ കിട്ടുന്നത് ഓറൽ സ്റ്റേജിൽ. അപ്പം അതിൽ എന്തെങ്കിലും ഒരു ഫിക്സേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ അഡൾട്ട്ഹുഡിൽ ഭാവിയിൽ അവർക്ക് സ്മോക്കിംഗ് കാര്യങ്ങൾ ചെയ്യാൻ, ഓവർ ഈറ്റിംഗ് അമിതമായിട്ട് ഫുഡ് കഴിക്കുന്നു, ഒബിസിറ്റി വരുന്നു, നെയിൽ ബൈറ്റിംഗ് വരുന്നു, ഇതൊക്കെയാണ് ഫിക്സേഷൻ ആയിട്ട് കാണാറുള്ളത് അല്ലെ. അപ്പം ഈ ഒരു ആവശ്യത്തിനുള്ള ഈ ഒരു സ്റ്റേജ് കറക്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് നടന്നിട്ടില്ലെങ്കിലാണ് ഭാവിയിൽ ഇതുപോലെ സ്മോക്കിംഗ്, ഓവർ ഈറ്റിംഗ്, നെയിൽ ബൈറ്റിംഗ് പോലെയുള്ള ബിഹേവിയേഴ്സ് ഒക്കെ കാണാറുള്ളത്. അടുത്ത സ്റ്റേജ് ആണ് ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. 1 to 3 ഇയേഴ്സിനുള്ളിലുള്ള കുട്ടികളിലാണ് ആനൽ സ്റ്റേജ് കാണുന്നത്. ഇവിടെ പ്ലഷർ സോഴ്സ് എന്ന് പറയുന്നത് ആനസ് ആണ്. ഇപ്പം ബവൽ എംറ്റിങ്, ബ്ലാഡർ എംറ്റിങ് ഒക്കെ വഴിയാണ് ഈ ഒരു ഏജിലുള്ള കുട്ടികളിൽ സെക്ഷൽ പ്ലഷർ കിട്ടുന്നത്. മേജർ ഡെവലപ്മെന്റ് എന്ന് ഇവിടെ പറയുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. അപ്പം ഇവിടെ ഒരു ഹാർഷ് ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് ഈ കുട്ടികൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ കറക്റ്റ് ആയിട്ട് അവർ ടോയ്ലറ്റ് കാര്യങ്ങളിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ അവർ അവിടെ ഇവിടെയൊക്കെ യൂറിൻ പാസ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ സ്റ്റൂള് പാസ് ചെയ്തു, അപ്പൊ അവരെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ആണെങ്കിൽ ഈ കുട്ടികൾക്ക് അവിടെ ഫിക്സേഷൻ വരുന്നു. അപ്പൊ ഇവര് വലുതാവുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഇവർക്ക് OCD വരാനുള്ള ചാൻസ് ആണ് കാണാൻ. ഒന്നെങ്കിൽ ഓർഡർലിനെസ് ആയിരിക്കും, അല്ലെങ്കിൽ മെസ്സിനെസ് ആയിരിക്കും ഇവരിൽ കാണുന്ന ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ OCD ഒക്കെ ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ, ഹാർഷ്ഫുൾ ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് OCD പോലെയുള്ള അസുഖങ്ങളൊക്കെ കാണാറുള്ളത്. അടുത്തതാണ് ഫാലിക് സ്റ്റേജ്. 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളിലാണ്. അപ്പൊ പ്ലഷർ സോഴ്സ് ജെനൈറ്റൽസ് ആണ്. ഈഡിപ്പസ്, ഇലക്ട്ര കോംപ്ലക്സ് കാണുന്നു അല്ലെ. അപ്പം ഈഡിപ്പസ് കോംപ്ലക്സ് കാണുന്നു, ഇലക്ട്ര കോംപ്ലക്സ് കാണുന്നു. അപ്പം ഇവിടെ മെയിൻ ആയിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു ഈ ഡെവലപ്മെന്റൽ സ്റ്റേജ് കറക്റ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ കുട്ടികളിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഒക്കെ കാണും. ഇൻഫെർട്ടിലിറ്റിയിലോട്ട് നയിക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിക്രീസ്ഡ് ലിബിഡോ, സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്, എറക്ടൈൽ ഡിസ്ഫങ്ഷൻസ്, ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ ഫിക്സേഷൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത സ്റ്റേജ് ആണ് ലേറ്റൻസി എന്ന് പറയുന്ന സ്റ്റേജ്. 6 to 12 ഇയേഴ്സിന്റെ ഇടയിലാണ് ഈ ലേറ്റൻസി എന്ന് പറയുന്ന സ്റ്റേജ് കാണുന്നത്. അവിടെ പ്രത്യേകിച്ച് പ്ലഷർ സോഴ്സുകളൊന്നുമില്ല. അവിടെ ഈ ഒരു എന്താ പറയുക, സെക്ഷൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞിട്ട് കാണുന്ന ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ അവരിൽ കൂടുതലായിട്ടും ഫ്രൂയിഡ് പറയുന്നത് അവർ കൂടുതലായിട്ടും ഡിഫൻസ് മെക്കാനിസം കാര്യങ്ങൾ ഈ ഒരു വയസ്സിൽ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. സോഷ്യൽ ആയിട്ടുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് കുട്ടികളിൽ കൂടുതലായിട്ട് ഇവിടെ നടക്കുന്ന മേജർ ഡെവലപ്മെന്റ് എന്നാണ് ഫ്രൂയിഡ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഫിക്സേഷൻ കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 12 ഇയേഴ്സ് അല്ലെങ്കിൽ 12+ ഇയേഴ്സ് അല്ലെ, ഒരു 12 വയസ്സിന് ശേഷമാണ് ജെനൈറ്റൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പം പ്ലഷർ ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് ജെനൈറ്റൽസ് ആണ്. അപ്പോൾ ഫുൾ സെക്ഷൽ മെച്യൂരിറ്റി അച്ചീവ് ചെയ്യുന്നത്, മേജർ അച്ചീവ് ചെയ്യുന്നത് ഇവിടെയാണ്, ഈ ഒരു ജെനൈറ്റൽ സ്റ്റേജിലാണ്. അപ്പൊ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ലെവലിലോട്ടാണ് ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്താൽ അവർ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഫ്ലൂയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ഇന്റിമസി സീക്ക് ചെയ്യുന്നതൊക്കെ ജെനൈറ്റൽ സ്റ്റേജിലോട്ടാണ്. മാരേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് കാണാറുള്ളത്, റീപ്രൊഡക്ഷൻ കാര്യങ്ങൾ. Sheldon's classification of personality include ectomorphic, endomorphic, mesomorphic, all of the above. നമ്മൾ മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഷെൽഡൻ, അക്കോർഡിംഗ് ടു ഷെൽഡൻ, പേഴ്സണാലിറ്റി നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എക്ടോമോർഫിക്, എൻഡോമോർഫിക്, മീസോമോർഫിക് ആണ്. അപ്പം ഇതിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ മീസോമോർഫിക് എന്ന് പറഞ്ഞാൽ മസിൽസ് കൂടുതലായിട്ട് കാണും, അത്ലറ്റിക് ബോഡി ആയിരിക്കും അല്ലെ. എൻഡോമോർഫിക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാറ്റി ആയിട്ടുള്ള, റൗണ്ട് ആയിട്ടുള്ള ഒരു ഫിസിക് ആയിരിക്കും കാണുന്നത്. എക്ടോമോർഫിക് എന്ന് പറയുമ്പോൾ തിന്നായിട്ടുള്ള, സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചർ ആയിരിക്കും കാണും. അപ്പൊ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഈ 3
മൂന്ന് ക്ലാസിഫിക്കേഷൻസും നമ്മളെ ഷെൽഡൻസിന്റെ ക്ലാസിഫിക്കേഷനിലുള്ളതാണ്. ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. കോൾ ജങ് ആണ് എക്സ്ട്രോവേർട്ട് അതുപോലെ തന്നെ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയെ കുറിച്ച് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്. ഇത് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കോൾ ജങ് ആണ് എക്സ്ട്രോവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത്. വിച്ച് പാർട്ട് ഓഫ് മൈൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രാക്ടിക്കൽ റിയാലിറ്റി ഓഫ് മൈൻഡ് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഹൈപ്പർ ഈഗോ അല്ലെ. അപ്പൊ നമ്മളെ പ്രാക്ടിക്കൽ റിയാലിറ്റി, മൈൻഡിന്റെ പ്രാക്ടിക്കൽ റിയാലിറ്റി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് ഈഗോയാണ്. മൈൻഡിന്റെ ഈഗോ എന്ന് പറയുന്ന പാർട്ടാണ് പ്രാക്ടിക്കൽ റിയാലിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻസർ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ, ഈഗോ. Imposing one's own weakness to others is which type of defense mechanism? Projection, sublimation, suppression, displacement. നമ്മളെ വീക്ക്നെസ് വേറെ ഒരാളെ മേല് ചുമത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ ഫെയിലിയേഴ്സ് വേറെ ഒരാളെ പേരിൽ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രൊജക്ഷൻ അല്ലെ. ഇപ്പൊ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ പറയുന്നു വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെ, വീട്ടിലെ വൈഫിന്റെ പ്രശ്നങ്ങൾ, വൈഫാണ് എല്ലാത്തിനും റീസൺ എന്ന് പറയുന്നു, അത് പ്രൊജക്ഷൻ ആണ്. എക്സാമിന് തോറ്റ ഒരു കുട്ടി പറയുന്നു ടീച്ചർ നല്ലോണം പഠിപ്പിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഫെയിലിയർ ആയത്, ദാറ്റ് ഈസ് പ്രൊജക്ഷൻ അല്ലെ. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്പോസിങ് വൺസ് ഓൺ വീക്ക്നെസ് ടു അതേഴ്സ് അല്ലെ, നമ്മളെ വീക്ക്നെസ് നമ്മളെ ഫെയിലിയേഴ്സ് വേറെ ഒരാളെ പേരിൽ നമ്മൾ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രൊജക്ഷൻ. അപ്പൊ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലെയിം അതർ പീപ്പിൾ ഓർ തിങ്സ് ഫോർ യുവർ ഫെയിലിയർ. എക്സാമ്പിൾ, ഇറ്റ്സ് മൈ മാത്സ് ടീച്ചേഴ്സ് ഫോൾട്ട് ഐ ഫെയിൽ ദ ടെസ്റ്റ് അല്ലെ. എക്സാമിൽ ഞാൻ തോറ്റതിന് കാരണം ആരാണ്? മാത്സ് ടീച്ചർ ആണ് അല്ലെ. അങ്ങനെ വേറൊരാളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അതാണ് പ്രൊജക്ഷൻ. Which of the following is an example of sublimation? Blaming the teacher for failing exam. Young man who is dealing with the aggression by playing football. Person choosing B.Pharm course because he didn't get MBBS seat. Surgeon blames scrub nurse for surgery failure. നമ്മൾ ചോദിച്ചിരിക്കുന്നത് സബ്ലിമേഷന് എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരോ ഓപ്ഷൻ നോക്കാം. ബ്ലെയിമിംഗ് ദ ടീച്ചർ ഫോർ ഫെയിലിംഗ് എക്സാം, ഇത് പ്രൊജക്ഷൻ ആണ് അല്ലെ. എക്സാമിന് തോറ്റുപോയത് കൊണ്ട് ടീച്ചറെ പ്രൊജക്ട് ചെയ്തിട്ട് പറയുന്നു, ടീച്ചറാണ് റീസൺ എന്ന് പറയുന്നു, അത് പ്രൊജക്ഷൻ ആണ്. യങ് മാൻ ഹു ഈസ് ഡീലിംഗ് വിത്ത് അഗ്രഷൻ ബൈ പ്ലേയിങ് ഫുട്ബോൾ, ഇതാണ് സബ്ലിമേഷൻ, ഇതാണ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ കൂടെ നോക്കാം. പേഴ്സൺ ചൂസിങ് B.Pharm കോഴ്സ് ബിക്കോസ് ഹി ഡിഡ്ന്റ് ഗെറ്റ് MBBS സീറ്റ് അല്ലെ. ഒരാൾക്ക് MBBS സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ആൾ B.Pharm ചൂസ് ചെയ്തു അല്ലെ. അപ്പം MBBS സീറ്റ് അല്ലെ, MBBS സീറ്റ് എന്ന് പറയുന്നതായിരുന്നു മെയിൻ ഗോള്. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് ഏകദേശം അതുപോലെയുള്ള ഒരു, അല്ലെങ്കിൽ അതേ മെഡിക്കൽ ഫീൽഡിൽ വരുന്ന വേറൊരു കോഴ്സ് എടുത്തിട്ട് അവർ അതിനെ കോമ്പൻസേറ്റ് ചെയ്തു അല്ലെ. അപ്പം ഇതൊരു കോമ്പൻസേഷൻ ആണ്. പേഴ്സൺ ചൂസിങ് B.Pharm കോഴ്സ് ബിക്കോസ് ഹി ഡിഡ്ന്റ് ഗെറ്റ് MBBS സീറ്റ്, കോമ്പൻസേഷൻ ആണ്. അടുത്തത് സർജൻ ബ്ലെയിംസ് സ്ക്രബ് നഴ്സ് ഫോർ സർജറി ഫെയിലിയർ, ഇതെന്താണ്? ഒരാളെ ബ്ലെയിം ചെയ്യാണ് അല്ലെ, അല്ലെങ്കിൽ ഒരാളാണ് അയാളുടെ ഫെയിലിയറിന് കാരണം എന്ന് പറയുന്നു, ദിസ് ഈസ് പ്രൊജക്ഷൻ അല്ലെ. അപ്പൊ നമുക്ക് സബ്ലിമേഷൻ എന്താന്ന് നോക്കാം. യങ് മാൻ ഹു ഈസ് ഡീലിംഗ് വിത്ത് അഗ്രഷൻ ബൈ പ്ലേയിങ് ഫുട്ബോൾ അല്ലെ. ആൻസർ ബി ആണ് കറക്റ്റ് ആൻസർ, സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ. ഒരു സൊസൈറ്റിയിൽ നമുക്ക് ആക്സെപ്റ്റബിൾ ബിഹേവിയർ ഉണ്ട്, അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ സോഷ്യലി ആക്സെപ്റ്റബിൾ വേയിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത് അല്ലെ. ചാനലിംഗ് ഓഫ് അൺആക്സെപ്റ്റബിൾ ആൻഡ് പൊട്ടൻഷ്യലി ഡിസ്റപ്റ്റീവ് ഇമ്പൾസസ് അല്ലെ. ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ബിഹേവിയേഴ്സ് കാര്യങ്ങളൊക്കെ സൊസൈറ്റി അംഗീകരിക്കുന്ന രീതിയിലോട്ട് നമ്മൾ കാണിക്കുന്നു. അപ്പം എക്സാമ്പിൾ ആയിട്ട് ഡീലിംഗ് വിത്ത് ഇമോഷണൽ സ്ട്രെസ്സസ് ബൈ യൂസിങ് ദ എനർജി ഇൻ അതർ യൂഷ്വലി കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റിയിൽ നമ്മൾ കാണിക്കുന്നു അല്ലെ. നമ്മൾ ഇമോഷണൽ ടെൻഷൻസ്, പ്രോബ്ലംസ്, ആങ്കർ ഇഷ്യൂസ്, എനർജീസ് ഒക്കെ വേറൊരു ഫോമിൽ നമ്മളത് കാണിക്കുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് അഗ്രഷൻ ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യുന്നു? വേറൊരാളെ പോയിട്ട് ഇടിക്കാനൊന്നും പറ്റൂല അല്ലെ. നമ്മളത് ബാഗിൽ പഞ്ച് ചെയ്ത് തീർക്കുന്നു, അല്ലെങ്കിൽ സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ട് തീർക്കുന്നു അല്ലെ. അപ്പൊ അവിടെ എന്താണ്? സോഷ്യലി അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആങ്കർ എന്ന് പറയുന്ന ഇഷ്യൂവിനെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബോക്സിങ് അല്ലെങ്കിൽ സ്പോർട്സ് എന്നൊക്കെ പറയുന്ന വിധത്തിൽ അവരവിടെ, ഈ ഒരു പെൺകുട്ടി ആ ഒരു വിധത്തിൽ അവിടെ എക്സിബിറ്റ് ചെയ്യണം അല്ലെ. അപ്പം അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിട്ട് അവിടെ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അല്ലെ. പഞ്ചിങ് ബാഗ് ടു ചാനൽ ആംഗ്രി ഇമ്പൾസസ് അല്ലെ. സ്പോർട്സിലൊക്കെ ആ ഒരു ആംഗ്രി ഇഷ്യൂ അവർ തീർക്കുന്നു, അതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇത് മെച്ചൂർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ്. Next question is a type of disorder mainly characterized by reading and writing difficulties.
A. ADHD, B. Dyslexia, C. Autism, D. Dyscalculia. The right answer is dyslexia. ഡിസ്ലെക്സിയ ആണ് നമ്മൾ മെയിനായിട്ടും റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ഡിസ്ലെക്സിയ എന്നാണ് പറയുക. ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. ഓട്ടിസം അതുപോലെ തന്നെ ഡിസ്കാൽക്കുലി, ഇത് രണ്ടും അല്ല. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷനിലുള്ള അരിത്മെറ്റിക് എബിലിറ്റീസ് അല്ലെങ്കിൽ കാൽക്കുലേഷനിലുള്ള ഡിഫിക്കൽട്ടീസ് ആണ്. ആൻസർ ബി ഡിസ്ലെക്സിയ ആണ് റൈറ്റ് ആൻസർ. Next question is priority nursing intervention for child with autism. Safety and security, structured learning, punishment, positive reinforcement. Priority nursing intervention എന്ന് പറയുന്നത് structured learning. Autism ഉള്ള കുട്ടികൾക്ക് structured learning ആണ് കൊടുക്കുക. Which of the following is a finding with the client of bulimia nervosa? Dental decay and body weight slightly below ideal weight, loss of tooth enamel, electrolyte imbalance, all of the above. ബുളിമിയ നെർവോസയിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബിഞ്ചിങ് ഉണ്ട്, അതുപോലെ പർജിങ് ഉണ്ട് അല്ലെ. ബിഞ്ചിങ് എന്ന് പറയുമ്പോൾ ഓവർ ഈറ്റിംഗ് ആണ്, ഓവർ ഈറ്റിംഗ് കാണും, അതുപോലെ തന്നെ പർജിങ് ബിഹേവിയേഴ്സ് കാണും. പർജിങ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ് ആവാം, അല്ലെങ്കിൽ അവർ ലാക്സേറ്റീവ്സ് യൂസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അങ്ങനെ എക്സസൈസുകൾ കാര്യങ്ങൾ ഓവറായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടും പർജിങ് ബിഹേവിയറിൽ വരുന്നത് സെൽഫ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ്, യൂസ് ഓഫ് ലാക്സേറ്റീവ് ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഡെന്റൽ ഡീകേ കാണും. ഇങ്ങനെയുള്ള സെൽഫ് വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നത് വഴി, ഈ ഒരു എക്സസീവ് ആയിട്ട് വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നത് വഴി ഡെന്റൽ ഡീകേ ഒക്കെ അവർക്ക് കാണാറുണ്ട്. പിന്നെ അവരുടെ ബോഡി വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു നോർമൽ ബോഡി വെയിറ്റ് കാണും, അല്ലെങ്കിൽ ജസ്റ്റ് ബിലോ ദ ഐഡിയൽ ബോഡി വെയിറ്റ് അല്ലെ. അപ്പൊ ബോഡി വെയിറ്റ് കുറവായിട്ട് കാണാറില്ല, കാരണം അവർക്ക് ഓവർ ഈറ്റിംഗ് ഉണ്ട് അല്ലെ. സാധാരണയായിട്ട് ഒന്നെങ്കിൽ നോർമൽ വെയിറ്റ് ആണ് കാണുക, അല്ലെങ്കിൽ അവരെ ഐഡിയൽ ബോഡി വെയിറ്റ് എത്രയാണോ അതിന്റെ ജസ്റ്റ് താഴെയായിട്ട് സ്ലൈറ്റ്ലി ബിലോ ആയിട്ടാണ് കാണാറുള്ളത്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് മെയിൻ ആയിട്ട് കാണുന്നത് അനോറക്സിയ നെർവോസയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ലോസ് ഓഫ് ടൂത്ത് ഇനാമൽ ബുളിമിയ നെർവോസയിൽ കാണാറുണ്ട്, പക്ഷെ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ കുറച്ചും കൂടെ ഐഡിയൽ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെന്റൽ ഡീകേ ആൻഡ് ബോഡി വെയിറ്റ് സ്ലൈറ്റ്ലി ബിലോ ഐഡിയൽ വെയിറ്റ് ആണ്. Which of the following is an objective method of determining daytime sleepiness? Polysomnography, multiple sleep latency test, EMG, PLMS index. Daytime sleepiness determine ചെയ്യുന്നത് ഏത് മെത്തേഡ് ആണ്? Answer B, multiple sleep latency test. The child with conduct disorder will characterized by serious violation of age-related norms, easy distractibility to external stimuli, ritualistic behavior, social communication and language problems. കണ്ടക്ട് ഡിസോർഡേഴ്സ് ഉള്ള അല്ലെ, ഇപ്പൊ സ്വഭാവ വൈകല്യമുള്ള കുട്ടികളിൽ കാണുന്ന ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is serious violation of age-related norms. Thank you.